ബിഗ് ബോസ് സീസൺ 6-ന്റെ 44-ാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂജയ്ക്ക് ഒട്ടും വയ്യാതെ എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നലെ ഡ്രസ്സിംഗ് ഗെയിം കളിച്ചതിന്റെ ആഘാതമാണെന്ന് തോന്നുന്നു. ഡോക്ടറൊക്കെ വന്ന് പൂജയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ കുറച്ച് ആഴ്ചകൾ എടുക്കും ശരിയാവാൻ. ഫുൾ റെസ്റ്റ് ആവശ്യമായി വേണ്ടിവരും. എന്തായാലും തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നില്ല. ഇതിന്റെ കൂടെ തന്നെ പറയട്ടെ, സിജോ ഈ ആഴ്ച തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. തീർച്ചയായും നമ്മളൊക്കെ കാത്തിരിക്കുന്ന കാര്യമാണ് സിജോയുടെ മടങ്ങിവരെ. സിജോ വന്നു കഴിഞ്ഞാൽ ഗെയിം ഒന്ന് ചൂട് പിടിക്കുമെന്ന് ഉറപ്പാണ്. വീക്കെൻഡ് എപ്പിസോഡ് കൂടി സിബിൻ മാനസികമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കൺഫഷൻ റൂമിലേക്ക് വിളിച്ച സിബിൻ എനിക്ക് പോയേ പറ്റൂ എന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനിവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടന്റുകൾ ആയിരിക്കും. എനിക്ക് എന്റെ മെന്റൽ ഹെൽത്ത് ആണ് വലുത്. എനിക്ക് പോയേ പറ്റൂ എന്ന് സിബിൻ തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്. ബിഗ് ബോസ് സിബിനെ കുറച്ചൊക്കെ കൺവിൻസ് ചെയ്തെങ്കിലും പുറത്തു വന്നതിന് ശേഷം ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടിപ്പോകുമെന്നാണ് സിബിൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ ഒരു പണിയും എടുക്കാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ജനങ്ങൾ എന്നെ പുറത്താകുമല്ലോ. അങ്ങനെയൊന്നും ജനങ്ങൾ നിങ്ങളെ പുറത്താക്കില്ല സിബിനെ. ക്യാപ്റ്റൻസി അധികാരം ഏറ്റെടുത്ത ശ്രീതു ടീമിനെ ചേഞ്ച് ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആളെണ്ണം കുറവുള്ള ടീമിനെ പരിഗണിച്ച് ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കണം എന്ന്. ഇപ്പോൾ നിലവിൽ അംഗങ്ങൾ കുറവുള്ളത് ടണൽ ടീമിനാണ്. അതിനാൽ പുറത്തുള്ള ജിൻഡോയെയും സിബിനെയും ടണൽ ടീമിലേക്ക് മാറ്റി. ടണൽ ടീമിലുള്ള അവർ ഇപ്പോ ഡെൻ ടീമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ടീമിലുള്ളത് ജാസ്മിൻ, അൻസിബ, ജിൻഡോ, സിബിൻ എന്നിവരാണ്. കുക്കിംഗ് ആണ് അവരുടെ ഡ്യൂട്ടി. അതിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ജിൻഡോവിനാണ്. ജാസ്മിൻ പോയിട്ട് സിബിനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കാരണമാണെങ്കിൽ വിഷമിക്കരുത്, സോറി സിബിൻ എന്ന് പറയുന്നുണ്ട്. ഇത് ജാസ്മിന്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത പവർ ടീമിലേക്ക് കയറാൻ താല്പര്യമുണ്ടെന്ന് ബിഗ് ബോസ് ചോദിക്കുകയും ജിൻഡോ, നന്ദന, അഭിഷേക്, ജയദീപ്, ഗബ്രിയും ഒക്കെ കൈപൊക്കുകയും താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് എല്ലാവർക്കും ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആ കഥയിലെ ചില ചോദ്യങ്ങൾ ലിവിംഗ് റൂമിൽ വെച്ച് ബിഗ് ബോസ് ചോദിച്ചു. 3 ഉത്തരങ്ങൾ ശരിയായി പറഞ്ഞതിനാൽ ഗബ്രിയെ പവർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഗബ്രിയെ പവർ ടീമിലേക്ക് കയറ്റാനുള്ള ബിഗ് ബോസിന്റെ ഗെയിം ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സിബിൻ ബിഗ് ബോസിനെ വെള്ളം കുടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് പാടുപെടും. മൈക്ക് ധരിക്കാതെ ആക്ടിവിറ്റിയിൽ ഒന്നും പങ്കെടുക്കാതെ സിബിൻ മാറി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ശ്രീതു ക്യാപ്റ്റൻ എന്ന നിലയിൽ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു സിബിനെ തിരിച്ചു കൊണ്ടുവരാൻ. പിന്നീട് സിബിൻ വന്ന് വീട്ടുകാർ എല്ലാവരുമായി എനിക്കിനി തുടരാൻ പറ്റില്ല, എനിക്ക് എൻ്റെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, എനിക്ക് നിങ്ങളോടൊന്നും ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞു. ബിഗ് ബോസ് വീണ്ടും സിബിനെ കൺഫറൻസ് റൂമിലേക്ക് വിളിച്ച് സൈക്കാട്രിസ്റ്റിന്റെ ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞു. ഏത് സൈക്കാട്രിസ്റ്റ് എന്നറിയോ? ജബ്രിയെ ചികിത്സിച്ച അതേ സൈക്കാട്രിസ്റ്റ്. അടുത്ത നോമിനേഷൻ പ്രോസസ് ആയിരുന്നു. പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് രശ്മിനെയാണ്. ഓൾറെഡി പണിഷ്മെന്റ് ആയി നോമിനേഷൻ ഉള്ളത് സായിയും അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും സിബിനുമാണ്. വീട്ടുകാർ നോമിനേറ്റ് ചെയ്ത് അൻസിബ, അഭിഷേക്, ജയദേവ്, ജിൻഡോ, അർജുൻ, നന്ദന, നോറ, അപ്സര എന്നിവരും നോമിനേഷനിൽ വന്നു. ആകെ മൊത്തം പവർ ടീമും ക്യാപ്റ്റനും ഒഴികെ ബാക്കിയുള്ളവരൊക്കെ നോമിനേഷനിലുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.